ഹായ് ഗായ്സ്, ഹായ്. ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അച്ഛൻ മട്ടൻ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് മട്ടൻ കറി വെക്കാന്ന് ഒരു പ്ലാൻ ഇട്ടു. അല്ല, മട്ടൻ കൊടുന്ന് കറി വെക്കണം. പക്ഷെ അത് മട്ടൻ കൊണ്ട് നമ്മൾ ഓരോരുത്തരെ കറി വെക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഓർക്ക് തേങ്ങ എല്ലാം വറുത്തരച്ചിട്ട് കറി വെക്കാം, അങ്ങനെ കറി വെക്കാനുണ്ട്. അപ്പോൾ വറുത്തരച്ചിട്ടുള്ള കറി ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അങ്ങനെ തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇപ്പൊ ഞാൻ ഒന്ന് വറുത്തരച്ചിട്ട് കറിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കണം ഞങ്ങൾക്കൊന്ന് കാണാം. വെരി വീഡിയോയിലോട്ട് പോകാം. എങ്ങനെ ആക്കണം? അമ്മ അല്ല, ഞാൻ കൂടും. അപ്പൊ ശരി, വെരി വീഡിയോയിലോട്ട് പോകാം. ഇത് ഇപ്പോൾ 1 kg മട്ടനെ ഞാൻ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെക്കാം. ഒരു ഉപ്പിട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വെക്കണം. വെന്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് മസാല റെഡിയാക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. പിന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കാം. കുറച്ച് കറുത്ത കളറായിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ വറക്കണം. ഇനി മുളക് ഇടാം. ഇത് വറുത്തിട്ടായി. ഒരിത്ര ഉണക്കമുളക് ഇതൊന്ന് നല്ലോണം വറുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ ലവംഗ ഒരു 3-4 എണ്ണം എല്ലാം ഇട്ടിട്ട് നമുക്ക് വറുക്കാം. ഇതിലൊരു ലേസ് എണ്ണയും കൂടെ വെച്ചാൽ നല്ല ഉണ്ടാവും. എന്തിൽ എണ്ണ ഒഴിക്കണം? എന്നിട്ട് നല്ല മുളകും എല്ലാം വറുക്കും. വെല്ലെ വെച്ചിട്ട് ടേസ്റ്റ് കിട്ടില്ലേ? അയ്യോ, മുളക് എന്നിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറക്കാം. ഇതിനെ മാറ്റി ഇതിലാക്കാം അല്ലേ? അത് ഇതിനെ വേറെ പാത്രത്തിൽ മാറ്റി ഈ പാത്രത്തിലിട്ട് അപ്പം ഇതിലേക്ക് ഇനി ഒരു അരമുറി തേങ്ങ ഇത് നല്ലോണം നമുക്ക് വറുക്കാം. ഈ കരിവേപ്പില കൊടുക്കില്ല. കഴിഞ്ഞ ജീരക ഇല്ലല്ല, ഇത് നല്ല ഉണ്ടാവും. അതിൻ്റെ കറിവേപ്പില കുറച്ചിട്ട് ഒരു ലേസ് പെരിച്ചിട്ടുക, രണ്ട് കരിവേപ്പില കൊണ്ട് ഇത് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണമെന്ന് നമ്മളിങ്ങനെ വറക്കണം. അങ്ങനെ 2-3 കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വറക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലെല്ലാം നല്ല ഉണ്ടാവും അരച്ചെടുക്കുമ്പോൾ. കുറച്ച് മട്ടൻ വെന്തുകൊണ്ട് ഒരു 3-4 വിസിൽ വരട്ടെ. മട്ടൻ നല്ല വേവണം. അപ്പം
തിന്നാൻ പാടില്ല. അങ്ങനല്ല വേണി, അങ്ങനെ എന്താ ഒരു 5 വിസിലടി വരണം, 5-6 വിസിൽ വരട്ടെ. അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യാൻ മറന്നു. എന്തറിയോ, ഈ മട്ടൻ വേവിക്കുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ആക്കിയായിരുന്നു. ഈ ചിരട്ട പീസ് ഉണ്ട് തേങ്ങ ചിരട്ട, അതൊന്ന് കഴുകിയിട്ട് എൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട്, എന്താ പറയുക, ആ നാരൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് കഴുകിയിട്ട് അതിൻ്റെ കൂടെ ഇട്ടാൽ മതി. നല്ല വേവും, പെട്ടെന്ന് വേവും. ഞാനത് ചെയ്തില്ല, അങ്ങനെ വേവിക്കുന്നത്. അപ്പോൾ ഇതാ തേങ്ങ ഈ കളറിലാവണം കേട്ടോ. മതി. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടുന്നു. എല്ലാം ഞാൻ ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. മഞ്ഞപ്പൊടി ഇപ്പോൾ ഇതെല്ലാം ആയല്ലേ, അരയ്ക്കാൻ ഇവരമ്പര മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലല്ലേ? മഞ്ഞപ്പൊടി ഇട്ട നമുക്ക് ഞാനീ ഇവിടെ നട്ടിട്ടുണ്ട് പൂച്ചെടിന്റെ സൈഡില് നട്ടിട്ടുണ്ട്. ആ മഞ്ഞളെ വേവിച്ചിട്ട് ഉണക്കിയിട്ട് ഉള്ള മഞ്ഞൾ ഇതാ നമ്മുടെ ഫ്രഷ്, ഒരു ഇതുമില്ല, കെമിക്കലൊന്നും ഇല്ലാത്ത മഞ്ഞളാണ്. ഞാനേ ആക്കിയതാണ് പൂച്ചെടിന്റെ സൈഡ് നട്ടിട്ട് വന്നത്. അപ്പം അത് ഇത്ര കിട്ടി നമുക്കിത്, ഇത്രയും ഉണ്ടായി. അതിന് ഞാൻ വേവിച്ച്, നല്ല വെയിൽ സമയത്ത് വേവിച്ച് ചെറുതായി അരിഞ്ഞ് ഉണക്കി തരാകുമ്പോൾ അതിങ്ങനെയുണ്ട്. ഇത് ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ജാലിടാൻ കഷ്ണം. അപ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ഇത്ര ഇടാം. ഇതൊരു കഷ്ണം വേണ്ട വരും. ഇതൊരു കഷ്ണം എടുക്കാം ഇതിന്. അപ്പോൾ അത് മിക്സിയിൽ അരിയാൻ കഷ്ടമല്ലേ? അപ്പം ഈ ചെറിയ ഇതിലിട്ടിട്ട് ഒന്ന് കുത്തിയിട്ട് അത് പൊടിച്ചിട്ട് നമുക്ക് അരിയെടുക്കാം. ഇപ്പം മഞ്ഞൾ ഞാൻ കുത്തിയിട്ട് എടുക്കണ്ട. ഇത് ഒരു കെമിക്കലും ഇല്ലാത്ത ഞാനേ വീട്ടിലുണ്ടാക്കിയതാ മഞ്ഞൾ കണ്ട. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചാലാവൂല. പൂച്ചെടിയെല്ലാം നടുമ്പോൾ അവിടെ സ്ഥലമെല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ മഞ്ഞൾ കഷ്ണമെല്ലാം ഇട്ടിട്ട് മണ്ണ് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പൊ മഴ ടൈമല്ലേ, ഇപ്പം എല്ലാം അരച്ചിട്ട് നട്ട് വെച്ചാൽ വേനൽക്കാലം സമയമാകുമ്പോൾ പറിച്ച്, നല്ല വേനൽക്കാലത്ത് നമുക്ക് പറിച്ചിട്ട് ഉണക്ക. ഇതേപോലെ നമുക്കൊരു ഇത്ര കിട്ടിയാലും അങ്ങനെ ആക്കാം. അപ്പോൾ ഇതായിരിക്കില്ല. വെളുത്തുള്ളിയും ഇഞ്ചിയും അതവള് ചതച്ച് വെക്കട്ടെ. പേസ്റ്റ് ഇടുന്നതിനാട്ടി നല്ലത് നമ്മൾ ചതച്ച് ഈ വെളുത്തുള്ളി ഇഞ്ചി ചതക്കണം. വെളുത്തുള്ളി ഇഞ്ചിന്റെ പേസ്റ്റിനെ കാട്ടിയും നമുക്ക് വീട്ടിലെ വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ആക്കണം നല്ലത്. പേസ്റ്റിനെ കാട്ടി നമ്മൾ മേടിക്കാൻ കിട്ടുമല്ലേ, പേസ്റ്റിനെ കാട്ടി നല്ലത് ഇതിന്റെ കൂടെ വെക്കി. കുറച്ചുണ്ട് ഇപ്പൊ ഞാൻ മട്ടന് ഒരു 7 വിസിൽ ആയി. അങ്ങനെ വെന്തിട്ടുണ്ട്, തുറന്നിട്ടില്ല. അതേപോലെ മസാല എല്ലാം ഇതാ അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് മസാല എല്ലാം റെഡിയാക്കാം ഫസ്റ്റ് അല്ലേ? റെഡിയാക്കാം. കുറച്ച് എണ്ണ ഒഴിക്കണം.
ഇതിവിടെ ഞാൻ ചൂടാവട്ടെ. കടുക് വേണം. കടുകൊന്നും വേണം. കടുക് വേണ്ടേ? ഞങ്ങൾക്ക് കടുകൊന്നും ഇഷ്ടേയില്ല. ഉള്ളി ഇടുന്നത്. ഉള്ളി ഒന്ന് വാടിയ പിന്നെ ചൂടാവട്ടെ. ഉള്ളി വാടിയ പിന്നെ തക്കാളി ഇടുക. പിന്നെ പച്ചമുളക് ഇത് ലാസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ ഒന്നും ഇടണ്ട. ഇത് ഇടണം. അല്ല നിക്ക് മാറ്റി വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇടണം. അത് ഇട്ടിട്ട് മാറ്റി വെക്കണം. അപ്പൊ അതൊന്ന് ചൂടാവട്ടെ. ഇതാണ് സാധനം. ഇത്രയും സാധനമുണ്ട്. ഇതിലിട്ട ഉള്ളി ഉള്ളി ഇട്ടിട്ട് നല്ലോണം മോനിച്ചിട്ട് ട്രൈ ചെയ്യും. മുടിനെ ഫസ്റ്റ് ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കെട്ടി വെക്ക്. ചണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. അതങ്ങനെ ഞാൻ ഇപ്പം അമ്മൻ്റെ മുടി നനഞ്ഞിട്ടുണ്ട്. അതൊരു ബ്രൗൺ കളറാണ്. അതൊരു ടേസ്റ്റ് ഇതാണ്. അപ്പോൾ തക്കാളി ഇടുക. തക്കാളി പച്ചമുളക് ഇത് നല്ലൊരു ഇതാവട്ടെ. ആയിട്ടുള്ളത് മട്ടനും ചിക്കനെല്ലാം കൊണ്ടുവരുമ്പോൾ ഇപ്പോഴേ പഠിപ്പിച്ചാൽ അങ്ങനല്ല. അമ്മക്ക് സുഖമില്ലാണ്ടെല്ലാം ഉണ്ടെങ്കിൽ നിനക്ക് ആക്കാല്ലേ, ആക്കി തരുമല്ലേ. അപ്പൊ വെജ് സുഖമില്ലാത്ത വെജ് തന്നാ മതി. അച്ഛനപ്പം തിന്നോളൂ. ഞക്ക് മാത്രം ഒരിട്ട് എച്ച് കൊണ്ടുവന്നിട്ട് സ്വന്തം കറിയാക്കി തിന്നോളല്ലേ. അവിടെ നോക്കട്ടെ. പച്ചമുളകെല്ലാം പഴുത്തല്ലേ. എല്ലാ പച്ചമുളകും ഇങ്ങനെ ആയിട്ടില്ലല്ലോ മോനി. കുറേ കുഴഞ്ഞിട്ട് വരച്ച് ഞാനാക്കാം. ഓക്കെ ഓക്കെ. തക്കാളി ഇട്ട് ഇതാവില്ല. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. കരിവേപ്പില ഇടണം. അപ്പളയിലേക്ക് അരച്ചു, പക്ഷേ പ്ലസ് ഇട്ടോട്ടോ. നല്ല കഴുകി വെച്ചത് ക്ലീനാക്കി നോക്കണം. കരിവേപ്പില ഇങ്ങനെ ഫുള്ളായിട്ടിട്ട് എന്തല്ലേ തിന്നാൻ കിട്ടുമ്പോ അയ്യോ കരിവേപ്പില ഇങ്ങനെ അതിന് മുറിച്ചിരുന്നു അല്ലേ. ഞാനതിനെ അരച്ചിനല്ലേ കുറച്ച്. അല്ല എന്നാലും ഇങ്ങനെ തിന്നാന്ന് ഇതിന് തിന്ന് കളിയും. കരിവേപ്പില തിന്ന നല്ലത്. വെലുവെന്തായി തിന്നുമ്പോ കരിവേപ്പില കൊണ്ട് മാറ്റി വെക്കും. ഇങ്ങനെ കുറച്ചുകൂടി ഇതാവൂലേ തിന്നു. ഇത് അതിനെ അരയ്ക്കുമ്പോൾ ലേശം എന്താക്കണം എടുക്കണം. കറുത്തിട്ട് അരച്ച നല്ല ടേസ്റ്റ്. അതിന് തക്കാളി ഇട്ടോ മോനി. നീ ഇന്നലെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, പുളിമുളക് ആക്കിയത്. ആ ടേസ്റ്റ് ആയിട്ടുണ്ടായി. ആരാ മോള്? മോള് ഒരാൾക്ക് തക്കാളി പൊടിയാണ് കുറച്ച്. അത് വേണം.
അതിലേക്ക് ഉപ്പിട്ടോ മതി. ഉപ്പിട്ടാൽ തക്കാളി പെട്ടെന്ന് ഉടയും. കല്ലുപ്പിട്. ഗൈസ് പൊടിയുപ്പിൻ്റെ കാട്ടി കല്ലുപ്പ് നല്ല ടേസ്റ്റാണ്. സ്പൂൺ മതിയല്ലേ? അത്ര മതി. പിന്നെ വേണമെങ്കിൽ നോക്കി. പിന്നെ ഞാൻ മട്ടൻ വേവിക്കുമ്പോൾ ഇട്ടിന് ലാസ്റ്റ് മസാല ഒക്കെ കൂട്ടിയിട്ട് ഉപ്പ് നോക്കാം നമുക്ക്. നല്ലോണം ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഓക്കെ. അപ്പം അത് വേവണ വരയ്ക്കും മോനിക്ക് റെസ്റ്റ്. തക്കാളിയെല്ലാം കുടഞ്ഞാണ് കറി ഓടുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അല്ലേ? അല്ല ഞാൻ അത് മതിയാവും. ഞാൻ അരിപ്പലിട്ട് തിളയ്ക്കുമ്പോൾ അത് എന്തോ ഞാൻ അരച്ച് വെച്ച അരപ്പുണ്ടല്ലേ അത് ഇട്ടല്ലേ? അത് ചേർത്തിട്ട് വെള്ളത്തിൽ വേണം നോക്കിയിട്ട് കപ്പിൽ വെള്ളം എടുക്കട്ടെ. അതിലും പറയുമ്പോലെ വെള്ളം ഉണ്ടാവും അല്ലേ? മട്ടനിൽ വെള്ളം ഉണ്ടാവും. അത് മസാല കുറച്ച് തിളപ്പിച്ചിട്ട് കുറച്ച് ഗ്രേവി ആക്കാം. ഇത് കുറച്ച് തളിക്കുമ്പോൾ മട്ടൻ ഇട്ടാൽ മതി അല്ലേ? അല്ല മട്ടൻ ഇട്ടാ മതി. എന്ത് തന്നെ എന്നാലും ഇടാം. പച്ചമണം പോണ്ടേ? അത് കുഴപ്പമില്ല. അതിപ്പോ നല്ല തിളപ്പിക്കുമല്ലോ. നല്ല വറുത്ത സാധനല്ലേ? പച്ചമണം ഉണ്ടാവും അല്ലേ? അപ്പൊ മട്ടൻ ഇടല്ലേ? ഓക്കെ. എന്നിട്ട് ഒരു നോട്ട് എത്ര വെള്ളം ഉണ്ടെന്ന് എല്ലാം ഇടുക മട്ടന്നെ? ഞാനിടാം. ഇടാൻ ബുദ്ധിമുട്ടാവും. മട്ടൻ ഇട്ടല്ലേ പിടിക്കണം. മസാലൊക്കെ പിടിക്കണം. ഉപ്പുണ്ടാവാതിരിക്കില്ലേ? ഉപ്പ് വേണമെങ്കിൽ ഒന്ന് മെല്ലെ നെക്കിലെ അല്ല കുറച്ച് ഇതാവട്ടല്ലേ? ഉപ്പുണ്ടാവണം. ഉപ്പിട്ട് വേവിച്ചതല്ലേ? പിന്നെ ആ തക്കാളിക്ക് നീട്ടിന് നമ്മൾ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തിളച്ചിട്ട് നോക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ആക്കി നോക്കാം. അപ്പോൾ ഗൈസ് 5 മിനിറ്റ് ആയി. തുറന്ന് നോക്കാം നമുക്ക്. ഉപ്പുണ്ടോ നോക്കല്ലേ? മല്ലിച്ചപ്പ് ലേശം ഉപ്പൊക്കെ കറക്റ്റുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ് ലാസ്റ്റ് മല്ലിച്ചപ്പൊന്ന് കയ്യിലിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ടു. ഞാൻ ഏതാ അങ്ങനെ ഇരുന്നിട്ട് അപ്പം അതിൻ്റെ ഒരു മണം നല്ല മുടിക്കും. അങ്ങനെ മുടിക്കും. ആപ്പാക്കി വെച്ച് ഇനി ചൂടോടെ നമുക്ക് ഇടയ്ക്കറി നോക്കാം. നോക്ക് ടേസ്റ്റ് നോക്ക് അമ്മ. അത് ഫുള്ള് ഇതാക്കണ്ട, മല്ലിച്ചപ്പ് ഇട്ടതേ ഉള്ളൂ അല്ലേ? കുഴപ്പമില്ലടി. മല്ലിച്ചപ്പ് അങ്ങനെ തന്നെ ഇറക്കാൻ നിർത്തന്നെ ഉണ്ടല്ലോ. ഇത്ര ചാറ് മതി അല്ലേ? ഫുള്ള് മിക്സ് ആക്കിയാ. ഉപ്പ് വേണോ? വേണം മതിയല്ലേ? ഉപ്പ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതലിട്ടല്ലേ? കറക്റ്റ് ഉണ്ട്. അപ്പോൾ മട്ടൻ കറി
സൂപ്പർ. ഞങ്ങൾക്കിത് ചൂടോടെ തന്നെ കഴിക്കാം. ചോറ് വയ്ക്കാം. ചോറ് വയ്ക്കാം. ചോറ് വയ്ക്കുമ്പോൾ അച്ഛനോട് ചോദിക്കാം എങ്ങനെയുണ്ടായി അല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം. നോക്ക് തട്ടിയതെത്തണം അച്ഛനോട്. ഹായ്. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ ചോറെല്ലാം വേവിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കറി എങ്ങനെ ഉണ്ടായി? കറി അടിപൊളി. അടിപൊളിയാ. മോനിയാക്കിയ കറി അതെയാ, നല്ലുണ്ട്. ഞാനും മോനി ചെല്ല ചെയ്തത്. അപ്പൊ കറി സൂപ്പർ ആയിട്ടുണ്ടായി. അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ. നാളത്തെ വീഡിയോ കൊണ്ട് വീണ്ടും കാണാം.